ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, കുറ്റപത്രം സമർപ്പിച്ച 19 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത്. ഇപ്പോൾ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണ വഴിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനെ കുറിച്ചൊക്കെയാണ് സൂചിപ്പിച്ചു വരുന്നത്. ഈ ശിക്ഷാവിധി എത്രത്തോളം നിർണായകമാണ്? ഇത്രയും വൈകിയ ഒരു ശിക്ഷാവിധി അധികം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ശിക്ഷാവിധി വൈകിയെങ്കിലും അത് ആന്റണി രാജുവിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകുന്ന ഒരു ശിക്ഷാവിധിയാണ്. കാരണം ഏറ്റവും കുറഞ്ഞത് 3 വർഷത്തെ ശിക്ഷയെങ്കിലും ആന്റണി രാജുവിന് ലഭിക്കും. അങ്ങനെ ഒരു ശിക്ഷ ലഭിച്ചാൽ സ്വാഭാവികമായും ആന്റണി രാജുവിന് അത് മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിലും പ്രതിസന്ധിയാകും. പ്രത്യേകിച്ചും നിയമസഭാംഗത്വം റദ്ദാക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത. ജനപ്രതിനിധി നിയമത്തിലെ 8ാം വകുപ്പ് 3ാം ഉപവകുപ്പ് അനുസരിച്ച് ഒരു ജനപ്രതിനിധി, അത് MP യോ MLA യോ ഉൾപ്പെടെയുള്ള ഏത് ജനപ്രതിനിധി ആയാലും ശരി, ഏറ്റവും കുറഞ്ഞത് 2 വർഷമെങ്കിലും ശിക്ഷിക്കപ്പെട്ടാൽ ആ ശിക്ഷാവിധി അനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രാതിനിധ്യം, നിയമനിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം റദ്ദാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ശിക്ഷാവിധി പുറത്തു വരുമ്പോൾ എന്തായാലും അത് ആന്റണി രാജുവിന് തിരിച്ചടിയാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആ നിയമസഭാംഗത്വം റദ്ദാകും എന്നതാണ് ഏറ്റവും പ്രധാനം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നിയമസഭാംഗത്വം റദ്ദാകുന്നതിൽ തീരുമാനമെടുക്കേണ്ടത്. ഈ ശിക്ഷാവിധി ന്യായം കിട്ടിയാൽ തന്നെ അവർ അത്തരമൊരു തീരുമാനമെടുക്കുകയും ചെയ്യും. പക്ഷേ ഈ ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു അപ്പീൽ പോകും ഹൈക്കോടതിയിലേക്ക് എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ആന്റണി രാജു നേരത്തെ തന്നെ ഹൈക്കോടതി കേസിൽ വിചാരണ നേരിടണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയിലടക്കം പോയിരുന്നു. അതിൽ സുപ്രീം കോടതിയാണ് പിന്നീട് സമയപരിധി അടക്കം നിശ്ചയിച്ച് ഡിസംബർ 20-നകം ഇതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചത്. പക്ഷേ പിന്നീട് ഹൈക്കോടതി തന്നെ ഒരു വകുപ്പ് കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. അത്തരം കുറ്റകൃത്യമടക്കം, അതായത് പൊതുസേവകൻ ഈ വിശ്വാസവഞ്ചന നടത്തിയെന്ന കുറ്റകൃത്യം കൂടി, അതിൽ കൂടിയാണ് ആന്റണി രാജു ഈ വിചാരണ നേരിട്ടത്. ആ കുറ്റകൃത്യം നിലനിൽക്കുമെന്ന് വിചാരണ കോടതി, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇനി 2:45 കോടതിയിലെ നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം പ്രോസിക്യൂഷൻ ഇതിനകം നൽകിയ ഒരു അപേക്ഷയുണ്ട്. ആ അപേക്ഷ എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 409ാം വകുപ്പ് അനുസരിച്ച് ഈ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ശിക്ഷാവിധിയിൽ തീരുമാനമെടുക്കാനാവില്ല. സ്വാഭാവികമായത് മേൽക്കോടതിയാണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അതിന്മേൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ നടപടികൾ ആ കോടതിയിലേക്ക് മാറ്റാം. ഹരിമോഹൻ, ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ആളുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. മന്ദഗതിയിൽ നീങ്ങിയ കേസാണ്, അതിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതടക്കം വലിയ ബുദ്ധിമുട്ടുണ്ടായ ഒരു കേസ് കൂടിയാണ് എന്ന് വേണ്ടേ കരുതാൻ ഇതിന്റെ ശിക്ഷാവിധിയിലേക്ക് എത്തുമ്പോൾ? ചോദ്യം ഒന്ന് ആവർത്തിക്കുമോ? ഹരി, 1990-ലെ കേസാണ്. അന്വേഷണം പോയത് വളരെ മന്ദഗതിയിലായിരുന്നു, ബുദ്ധിമുട്ടുകൾ നേരിട്ടു, വിമർശനങ്ങൾ കേട്ടു എന്നൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞ ഒരു കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത്. സുജേത്, ഇങ്ങനെ കൃത്യമായി പറഞ്ഞാൽ 1990-ലാണ് ഈ പറയുന്ന ആദ്യം മയക്കുമരുന്ന് കേസ്, അതായത് ഓസ്ട്രേലിയൻ പൗരനായിട്ടുള്ള ആൻഡ്രൂ സാൽവദോറിന്റെ മയക്കുമരുന്ന് കേസ് വരുന്നത്. പക്ഷേ ഈ കേസിൽ ആദ്യം വിചാരണ കോടതി ഇയാളെ കുറ്റക്കാരനാക്കി വിധിക്കുകയും പിന്നീട് അതിനുശേഷം ഇയാൾ ഹൈക്കോടതിയിൽ പോവുകയുമായിരുന്നു. അപ്പോഴാണ് ഈ തൊണ്ടി മുതൽ കൃത്രിമം നടന്നു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ തൊണ്ടി മുതൽ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ, അതായത് ഹൈക്കോടതി ഇയാളെ വെറുതെ വിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്, ഈ തൊണ്ടി മുതൽ വീണ്ടും പരിശോധിക്കുകയും ആ തൊണ്ടി മുതൽ ഇയാൾക്ക് പാകപ്പെടാതെ വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അന്ന് ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ഉയർത്തിയിട്ടുള്ള വാദം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഈ അടിവസ്ത്രത്തിൽ ഒളിപ്പിക്കാൻ കഴിയില്ല, കാരണം ഇയാൾ അന്ന് അടിവസ്ത്രം പോലും ധരിച്ചിരുന്നില്ല എന്നുള്ളൊരു വിചിത്രവാദം ഉന്നയിച്ചുകൊണ്ടാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അതോടുകൂടിയാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചിട്ടുള്ള KK ജയമോഹന് വലിയ രീതിയിലുള്ള ഒരു സംശയം വരുന്നത്. കാരണം അന്ന് ഇയാളെ മയക്കുമരുന്ന് കേസിൽ പിടികൂടുന്ന സമയത്ത് അന്ന് അടിവസ്ത്രം ഉണ്ടായിരുന്നു, അത് പിന്നീട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് ഇത് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ച് ജയമോഹൻ രംഗത്ത് വരികയും ചെയ്തു. തുടർന്നാണ് കോടതി വിജിലൻസ് ഈ കേസ് അന്വേഷിക്കുകയും അത് പിന്നീട് ഈ തൊണ്ടി മുതൽ എന്ന് പറയുകയും പിന്നീട് അത് തൊണ്ടി മുതൽ അല്ലാതാവുകയും ചെയ്ത ഈ അടിവസ്ത്രം പിന്നീട് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ പരിശോധനയ്ക്ക് അയച്ചപ്പോഴാണ് ഈ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടന്നിട്ടുണ്ട്, അത് വെട്ടിച്ചെറുതാക്കുകയായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് എത്തുകയും ചെയ്യുന്നത്. പിന്നീടാണ് 1994 ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പോലും ഇതിൽ കൃത്രിമം കാണിച്ചു എന്നുള്ള കാര്യം മാത്രമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തുടർന്നാണ് ഓസ്ട്രേലിയയിൽ വിക്ടോറിയയിൽ ഒരു കൊലക്കേസിന് ഈ ആൻഡ്രൂ സാൽവദോർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ പൗരൻ ശിക്ഷിക്കപ്പെടുന്നത്. അയാൾ ജയിലിൽ കഴിയുന്ന സമയത്താണ് സഹതടവുകാരനോട് ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് അന്ന് ഇയാൾ പറഞ്ഞത് ഈ വെട്ടിച്ചെറുതാക്കി എന്നുള്ള കാര്യമൊന്നുമല്ല, പകരം സ്വാപ്പ് ചെയ്തു, അതായത് ഈ അടിവസ്ത്രം മാറ്റിവെച്ചു എന്നുള്ള കാര്യം മാത്രമാണ് സാൽവദോർ എന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് സഹതടവുകാരൻ പുറത്തിറങ്ങിയ സമയത്ത് ഓസ്ട്രേലിയൻ പോലീസിനോട്, വിക്ടോറിയ പോലീസിനോട് ഈ കാര്യം പങ്കുവയ്ക്കുകയും അവർ
സ്വാഭാവികമായിട്ടും കോടതിക്കകത്തുള്ള തൊണ്ടി മുതൽ അങ്ങനെ സ്വാപ്പ് ചെയ്തു വെക്കാൻ കഴിയും, അത് വലിയ ഗുരുതരമായ കുറ്റമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടാണ് ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഇന്റർപോളാണ് ഇത് ഇന്ത്യയെ ഈ വിവരം അറിയിക്കുന്നത്. തുടർന്നാണ് ഇത് കേരളത്തിലേക്ക് ഈ ഇന്റർപോൾ അയച്ചിട്ടുള്ള ഈ വിവരങ്ങളെല്ലാം കേരളത്തിലേക്ക് കൈമാറുകയും തുടർന്നാണ് ഇത് വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിയാണ്, ആ അടിവസ്ത്രം അതായത് തൊണ്ടി മുതൽ വലിയ രീതിയിലുള്ള കൃത്രിമം കാണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരികയും തുടർന്നാണ് ആ കേസ് തൊണ്ടി സെക്ഷൻ, അതായത് കോടതിയിലെ തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിലെ ACJM കോടതിയിലെ തൊണ്ടി സെക്ഷൻ ക്ലർക്കായിരുന്ന KS ജോസിന്റെ സഹായത്തോടു കൂടി അന്ന് ആദ്യ കേസിൽ, അതായത് മയക്കുമരുന്ന് കേസ് ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. 2:45 അറിയാം പ്രോസിക്യൂഷന്റെ അപേക്ഷയിന്മേലുള്ള തീരുമാനം. തുടർന്ന് അത് തള്ളുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷാവിധിയും.